ഈ ഉണ്ണികൃഷ്ണൻ ബി എഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടലെ ഉമ്മച്ച എന്ന് പറയുന്നുണ്ട്. ഇത് ഏതാണ്ട് അതേ നിലയിൽ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ്. നോക്കൂ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബാറ് അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എല്ലാ കാലഘട്ടത്തിലും. എപ്പോഴും രാഷ്ട്രീയക്കാർക്ക് പണം ആവശ്യമാണെങ്കിൽ ഒന്നുകിൽ ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങുക, പിൽക്കാലത്ത് അത് നയരൂപീകരണത്തിൻ്റെ ഈ പണം വാങ്ങുന്നത് നയരൂപീകരണത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളതാണ്. ഇതൊന്നും വെറും ഒരു ആക്ഷേപം മാത്രമല്ല, ഇതൊക്കെ ആക്ഷേപമായി അന്ന് ഉയർന്നു വരികയും അത് ആ ആക്ഷേപം യോഗത്തിൽ ഉന്നയിച്ചു, ബാർ ഉടമകളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ആ കാര്യത്തിൽ ചർച്ച നടക്കുന്നത് ആ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾ റെക്കോർഡ് ചെയ്ത് പിൽക്കാലത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെയാണ് ഈ പറയുന്ന നോട്ടെണ്ണുന്ന യന്ത്രം എന്നൊക്കെ പറയുന്നത്. ഞാനാണ് തിരുവനന്തപുരത്ത് പോയി ആ പറയുന്ന റെക്കോർഡുകൾ മുഴുവൻ എടുത്ത് കേട്ട്, എൻ്റെ 1.5-2 ദിവസത്തെ പണിയാണത്. അതിനകത്ത് നിന്ന് ഈ പറയുന്ന നോട്ടെണ്ണൽ യന്ത്രം എന്ന് പറയുന്ന ഒരു പരാമർശം എടുത്ത് ഈ ടിക്കറിലാണ് അത് ആദ്യം പോയത് എന്നുള്ളത് കൂടി കാണണം. ഞാൻ പറഞ്ഞു വന്നത്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം കാലോചിതമായി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വിപ്ലവകരമാണ് എന്നുള്ളതാണ്. ഒന്ന്, ബാർ ലൈസൻസ് അനുവദിക്കുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് തൻ്റെ ഹോട്ടൽ ബാർ ലൈസൻസ് വാങ്ങി അതൊരു ബാറാക്കി മാറ്റാൻ വേണ്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ചില ബാർ ഉടമകളുടെ മാത്രം അവകാശമായിരുന്നു ഈ ബാർ ലൈസൻസ് എന്ന് പറയുന്നത്. അത് ഓൺലൈൻ ആക്കുന്നു. അതായത് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുണ്ടോ, 3-ാം തരം ക്ലാസിഫിക്കേഷനുള്ള അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിന് മുകളിലുള്ള ഹോട്ടലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ബാർ ലൈസൻസ് കിട്ടുന്ന പ്രക്രിയയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഓൺലൈനായി അപേക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. വളരെ സുതാര്യമായി നമുക്ക് ഓൺലൈനായി അപേക്ഷിച്ചാൽ നമുക്ക് ബാർ ലൈസൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്താണ് നേരത്തെ MP രാജേഷ് ഏറ്റവും കൂടുതൽ വാദിച്ചു നിന്നിട്ടുള്ള കാര്യം. ഈ പ്രതിവർഷം ബാർ ഉടമകൾ ബാർ ലൈസൻസ് ഫീ ആയി അടക്കേണ്ടിയിരുന്നത് 23 ലക്ഷം രൂപയാണ് 2011-2016 കാലഘട്ടത്തിൽ. 23 ലക്ഷം രൂപയിൽ നിന്ന് ഈ പറയുന്ന 11-16 കാലഘട്ടത്തിൽ ആകെ 1 ലക്ഷം രൂപയാണ് കൂട്ടിയത്. പിന്നീട് വന്ന LDF സർക്കാർ, അതായത് 2016 മുതൽ 2021 വരെയുള്ള LDF സർക്കാർ 5 ലക്ഷം രൂപ വരെ കൂട്ടി, 5 ലക്ഷം രൂപ കൂട്ടി. പിന്നീട് 21-24 സർക്കാർ, ഇപ്പോഴും തുടർന്ന LDF സർക്കാർ ആദ്യം 2 ലക്ഷം കൂടി MV ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യത്തിൽ. കഴിഞ്ഞ വർഷം MP രാജേഷ് എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും 5 ലക്ഷം കൂട്ടി. അതായത് ഈ 8 വർഷത്തിനുള്ളിൽ ബാർ ലൈസൻസ് ഫീയുടെ 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ബാർ ലൈസൻസ് ഫീയുടെ പ്രത്യേകത? മുൻകാലങ്ങളിൽ ഈ പറയുന്ന ബാർ ലൈസൻസ് ഫീ ഞാനിതാ 5 ലക്ഷം കൂട്ടാൻ പോകുന്നു, 8 ലക്ഷം കൂട്ടാൻ പോകുന്നു എന്ന് ബാർ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടാണ് ബാബു ഈ കാര്യത്തിൽ ബാർഗെയിനിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 8 ലക്ഷം രൂപ കൊടുക്കണോ, അതോ ബാബുവിന് മാത്രമായി ഒരു കിഴി കൊടുത്താൽ മതിയോ എന്നൊരു ആലോചന വരികയും കിഴി കൊടുത്താൽ മതി എന്ന നിലയിൽ ബാബുവിന് മാത്രം കിഴി കൊടുക്കുന്നു. ആ ഘട്ടത്തിലെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന നിയമമന്ത്രിയായിരുന്ന ആൾ ഈ വാർത്ത കേൾക്കുകയും പിന്നീട് ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട ഫയൽ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാർ ഉടമകൾ നേരെ ബാബുവിൻ്റെ അടുത്ത് പോകുന്നു, നിങ്ങൾക്ക് പൈസ തന്നിട്ട് പോലും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ബാബു പറയുന്നു, അത് മാണി സാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾ മാണി സാറിനെ സമീപിക്കുക. അപ്പോൾ മാണി സാറിൻ്റെ അടുത്തേക്ക് ഇവർ പോകുമ്പോൾ അതാണ് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബിജു രമേശിൻ്റെ കൊട്ടേഷൻ. അതായത് ഒരു ടെലിവിഷൻ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ബിജു രമേശ് പറയാണ്, ഞങ്ങൾ മാണി സാറിന് 1 കോടി രൂപ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ഫയൽ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബാർ ഉടമകളുടെ ഒരു 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 പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക്. കാരണം അവർ ഓരോ വർഷവും ഇപ്പോൾ 12 ലക്ഷം രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയതിന് ശേഷം കൂടുതലായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വെറും 23 ലക്ഷമായിരുന്നത് ഇപ്പോൾ അത് 26 ലക്ഷമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അതിനകത്തുള്ള. പിന്നെ ടേൺ ഓവർ ടോക്സിനെ കുറിച്ചൊക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് അക്കാര്യത്തിൽ MP രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദീകരണം നൽകുന്നത്. ടേൺ ഓവർ ടാക്സ് എന്ന് പറയുന്നത് ഡ്യൂ ആയി കിടക്കുന്നവർക്കെതിരെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
മാത്രമല്ല അവരിൽ ചിലർ കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. സ്റ്റേ വാങ്ങാത്തവർക്ക് ജപ്തി നടപടികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളതായി പിന്നീട് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി കേൾക്കുന്നില്ല. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാറിലെ ക്രമക്കേടാണ്. ഇപ്പോൾ 11 മണിവരെയാണ് ബാർ പ്രവർത്തിക്കേണ്ടത്, ചിലർ 12 മണിവരെ പ്രവർത്തിപ്പിക്കും. അങ്ങനെ ക്രമക്കേട് നടത്തുന്നവർക്ക് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്? നേരത്തെ അത് വെറും പിഴ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പിഴ ഇരട്ടിയാക്കിയെന്ന് മാത്രമല്ല, ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും റദ്ദ് ചെയ്യാനും. അങ്ങനെ എത്ര ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 30 ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്? 2 ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ബാർ ഉടമകളുമായി ഏതെങ്കിലും തരത്തിലൊരു നെഗോഷിയേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഈ എക്സൈസ് വകുപ്പിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണത്തിൽ യാതൊരു വിശ്വാസ്യത ഉണ്ടാകുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ സുധാകരൻ വി ഡി സതീശനും നടത്തുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ പ്രാഥമികമായി പരിഗണിക്കേണ്ടത്. സുധാകരൻ പറയുന്നു ഐ ടി പാർക്കുകളിൽ ബാർ അനുവദിക്കാൻ തീരുമാനിച്ചതും അഴിമതിയാണ് എന്നാണ്. വി ഡി സതീശൻ പറയുന്നത് അതൊന്നുമില്ല, അത് രണ്ടാണ്. മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇക്കാര്യം പരിഗണിച്ചു വരികയാണ് എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ നിയമസഭയിലെ ചർച്ചയ്ക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ അത് ഇനിയൊരു നയമായി വരുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു അഴിമതി ആരോപണം അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഇതിനകത്ത് അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ കാതലായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നോക്കൂ, ബംഗളൂരുവിലൊക്കെ തന്നെയും ജലക്ഷാമം അതിരൂക്ഷമാണ്. നമുക്കറിയാം ഐ ടി പാർക്ക് 1980കളിൽ ഇ കെ നായനാരുടെ കാലത്താണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ആ ബസ് മിസ് ചെയ്തു പോയി. പിന്നീട് ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ ഒക്കെ തന്നെയും നമ്മളുടെ ആ റോൾ ഏറ്റെടുക്കുകയും അവർ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ സിറ്റികൾക്കൊക്കെ തന്നെയും ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഐ ടി പാർക്കുകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വളരെ ഉപരിപ്ലവമായി ഈ കാര്യങ്ങൾ കാണുന്നു. അവിടെയും മദ്യം വിളമ്പണോ എന്നുള്ളതാണ്. മദ്യം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലൊന്നും മദ്യം ഈ പറയുന്ന പോലെ ഒരു 2 കുപ്പി വാങ്ങി കുടിക്കുന്നവരൊന്നുമല്ല. അവർ ചില ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് ചില പാർട്ടികൾക്കൊക്കെ വളരെ ലളിതമായ വിധത്തിൽ മദ്യം വിളമ്പുന്ന ഒരു രീതിയുണ്ട്. അത് ഇൻ്റർനാഷണലാണ്. നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ കമ്പനി കേരളത്തിലേക്ക് വരണമെങ്കിൽ, കൊച്ചിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഇതൊരു മാനദണ്ഡമാണ് ഈ പറയുന്ന ബാർ ലൈസൻസ് എന്ന് പറയുന്നത്, പബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള കാതലായിട്ടുള്ള പരിഷ്കാരങ്ങളിലേക്ക്, ഒരുപക്ഷെ സംസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിഷ്കാരങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം മാറ്റവുമായി എത്തുന്ന ഘട്ടത്തിൽ അതിനെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UDFൻ്റെ തളപ്പ് LDFൻ്റെ കാലത്ത് ഇട്ടുകൊടുക്കുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള കാര്യമായിട്ടേ ഞാനിതിനെ കാണുന്നു. Meet the editors.